ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എൻ ആർക്ക് സബ്റ്റൻസ് എൻ ആംഗിൾ 90 degree at the center of the circle, then the ratio of the length to its circumference of the circle is. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഒന്ന് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം അല്ലേ. വളരെ സിമ്പിളായുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലോ. ദർ ഇസ് എ സർക്കിൾ, റഫായിട്ടുള്ളൊരു ഡയഗ്രമാണ്. ദർ ഇസ് എ സർക്കിൾ, എൻ ആർക്ക് സബ്റ്റൻ ആൻ ആംഗിൾ 90 degree at the center. ഒരു ആർക്ക് ഉണ്ട്, സബ്റ്റൻ 90 degree at the center. ഇതൊരു ആർക്കാണെന്ന് വിചാരിക്കുക. ദർ ഇസ് എൻ ആർക്ക്, കാണുന്നുണ്ടല്ലോ അല്ലേ. ദിസ് ഈസ് എൻ ആർക്ക്. ദിസ് ആർക്ക് സേ എ ടു ബി അല്ലേ. ആർക്ക് എ ബി സബ്റ്റൻ 90 degree at the center. ഇത് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90 degree ആണ്. 90 degree ആണ്. Then the ratio of its length to the circumference. ആർക്കിൻ്റെ ലെങ്ത്ത് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? എൽ. ആർക്കിൻ്റെ ലെങ്ത്തിന് ഞാൻ എല്ലെന്ന് ഡിനോട്ട് ചെയ്തോട്ടെ. ഒരു ആർക്കിൻ്റെ ലെങ്ത്ത് കാണാനായിട്ട് ഒരു ഫോർമുല ഉണ്ട്. 2πr ഇൻറ്റു ദ സെൻറ്റർ ആംഗിൾ ഡിവൈഡ് ബൈ 360. ഇങ്ങനൊരു ഫോർമുല ഉണ്ട്. ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 2πr എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, സർക്കംഫറൻസ് ഓഫ് ദ സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ പെരിമീറ്ററാണ് ഈ 2πr എന്ന് പറയുന്ന ടേം. 2πr ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്തോട്ടെ. അപ്പോൾ നമുക്ക് L/2πr കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് ആർക്ക് ഡിവൈഡഡ് ബൈ ദ സർക്കംഫറൻസ് ഈസ് ഈക്വൽ ടു θ/360 എന്ന് കിട്ടി അല്ലേ. വാട്ട് ഈസ് θ? 90. 90/360 റെഡ്യൂസ് ചെയ്താൽ 1/4. പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ 1:4 ആണ് ആൻസർ.